ബിഗ് ബോസ് സീസൺ 6 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 47 ദിവസം കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ നടന്ന ഒരാഴ്ചയായിരുന്നു. അതായത് സിബിനും പൂജയും പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ഔട്ടാവുന്നു, അതുപോലെ സിജോ തിരിച്ചു വരുന്നു. അതായത് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇക്കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നടന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഈ സംഭവങ്ങളിലൊക്കെ എന്തൊക്കെ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ജാസ്മിനും ഗബ്രീനും കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? നല്ല നല്ല കപ്പിൾസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട് നല്ലോണം അല്ലേ. ഇത്തരം വൃത്തികെട്ട പരിപാടി ഇതിൽ നല്ല പോലെ ബ്ലൂ ഫിലിം കാണുന്നില്ല, അങ്ങനെ അവർ തോന്നിയിട്ടുണ്ട്. അല്ല, മോഹൻലാലിനെ പോലൊരു വ്യക്തി ഞാനിത് കാണാറില്ല, എനിക്ക് അതിനോട് കാണാനൊരു താല്പര്യമില്ലായിരുന്നു. ടിവിയിൽ വന്നാലും കാണില്ല. അതിഷ്ടത്തിലാണ്. അതിപ്പോ അങ്ങോട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മിണ്ടാതെ ഒക്കെ ആയിട്ട് നിക്കണേണല്ല. ഇഷ്ടമില്ല ജിൻഡോനെ. ജിൻഡോ പുറത്തു പോകണം. അപ്പൊ എന്തായാലും അവർ ചെയ്യണത് മോശമാണ്. അത് ചെയ്യണം, മോശമാണെന്നുള്ളതാണ് പറഞ്ഞത്. ജനങ്ങൾ കണ്ടിരിക്കണല്ലേ. ഇവിടെ അച്ഛനും അമ്മക്കൊന്നും അത് ഇഷ്ടമല്ല. ജാസ്മിൻ പോണോന്ന് ആഗ്രഹമുണ്ട്. ഇഷ്ടത്തിലാണെന്ന് പറയുക, കുറെ നാള് മാറി നിൽക്കും, പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അവര് വേറെ കല്യാണം കഴിഞ്ഞു പോകും. അവരാരെങ്കിലും ഒരാളെ പുറത്തു വിടണം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ സീസൺ? ശരിക്കും പറഞ്ഞൊന്നും തോന്നല കണ്ടിട്ട്. ചിരിക്കാനോ എന്ത് ചെയ്യണമെന്ന് അറിയണേ. ജാസ്മിനും ഗബ്രീനും കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? നല്ല നല്ല കപ്പിൾസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട് നല്ലോണം അല്ലേ. അവരൊരു റിയൽ റിലേഷൻഷിപ്പാന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് അതിനെ തോന്നണില്ലാന്ന് തോന്നാണ്. ആണല്ലേ. ഓക്കെ. അവര് സ്ക്രീൻ സ്പേസിനായിട്ട് ഇങ്ങനെ, അതായത് ഒരു റിലേഷൻ. ഞാൻ റീല് മാത്രം കാണാറുള്ളൂ ബിഗ് ബോസ്, അല്ല ടി വി കാണാറില്ല. പേഴ്സണലി ഇഷ്ടമാണോ ബിഗ് ബോസ്? എങ്ങനെ? ഇല്ല, എനിക്ക് ആ പരിപാടിയോട് താല്പര്യമില്ല. ഇല്ല. ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസണിൽ 2 എപ്പിസോഡ് കണ്ട് അതോടെ നിർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്തരം വൃത്തികെട്ട പരിപാടി ഈ എന്താ പറയുക, നമ്മുടെ ഒരു ചാനലുകളിൽ ഇതുപോലത്തെ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യാനുള്ള അത്ര മോശവും വൾഗറും വൃത്തികെട്ടവുമായ ഒരു പരിപാടിയാണെന്ന് എനിക്ക് മാത്രം പറയാനുള്ളത്. പക്ഷേ ഇത്തരം മോശം പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാതിരിക്കുക, അതിന് ചാനലുകൾ ശ്രദ്ധിക്കുക. എനിക്ക് പറയാനുള്ള ചാനലുകളോടാണ് ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടികൾ അവതരിപ്പിക്കാനുള്ള സാങ്ഷൻ ചാനലുകൾ കൊടുക്കാതിരിക്കുക. ഇത്തവണത്തെ സീസൺ ചെറുതായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ ഇത് മുഴുവൻ സോഷ്യൽ മീഡിയാസ് ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ചില ക്ലിപ്പിംഗ്സ് കാണുമ്പോൾ തോന്നുന്നുണ്ടോ ഇതിൽ നല്ലപോലെ ബ്ലൂ ഫിലിം കാണുന്നില്ല, അതുപോലും ഇല്ലാതാവുക. അതുകൊണ്ട് വളരെ മോശം പരിപാടി എന്നല്ലാണ്ട് ഇതുപോലൊരു മോശം പരിപാടി ഒരു ചാനലിലും ഇന്നേ വരെ സംപ്രേഷണം ചെയ്തിട്ടില്ല. ബിഗ് ബോസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അറക്കും ഞങ്ങൾക്ക്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്നും കാണുമോ? ആരെയും ഇഷ്ടം കൂടുതലേ? അത് ചോദിച്ച എല്ലാവരും ഇഷ്ടം. ജാസ്മിനെയൊക്കെ ഇഷ്ടമാണോ? ജാസ്മിനൊക്കെ ഇഷ്ടം ആണല്ലേ. ഓക്കെ. പിന്നെ എന്നും പരിപാടി കാണുമോ? പിള്ളേര് സന്ധ്യാകുമ്പോ വെക്കും. രാവിലെ പുറത്തു പോവാ? ആരെ പുറത്തു പോകണേന്നറിയില്ല. ജാസ്മിൻ പുറത്തു പോവോ? ഇല്ലെന്നോ. ജാസ്മിൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? പിന്നെ ബിഗ് ബോസ് കാണാറുണ്ട്. എന്നും കാണുമോ? എന്നും കാണും. ആരെ ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം സായി. അതെന്താ ഇഷ്ടം? അത് പിന്നെ അവന്റെ ഇതൊക്കെ നല്ലൊരു ഇതാണ്. പിന്നെ എല്ലാവരും ഇഷ്ടമാണ്, എന്നാലും കൂടുതൽ സായിനെ ഇഷ്ടം. സിജോനെ ഇഷ്ടമാണ്. സിജോനെ ഇഷ്ടമാണ്. ഇപ്പൊ പൂജയും അതുപോലെ സിജോയും പോയത് അറിഞ്ഞിരുന്നു? അവര് പോയത് അറിഞ്ഞിരുന്നു. അവര് പോയപ്പോ എന്താ തോന്നിയത്? അവര് പോണതാണ് ഏറ്റവും നല്ലതായിരുന്നു തോന്നണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഭയങ്കര ഇതൊക്കെ ആയിരുന്നില്ലേ, അപ്പൊ അത് കാരണം അങ്ങനെയാണ്. അവര് അടിപൊളിയാണ് ട്ടാ. അവര് സൂപ്പറാണ്, അടിപൊളിയാണ്. പറയാൻ കാര്യം അവർക്കിടെ കളിയും അവർക്കിടെ എല്ലാം കൊണ്ടും എല്ലാനും നല്ലതാണ്. അവര് ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോ അടിപൊളിയായിട്ട് ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ആയിക്കോളും. അത് ഇഷ്ടത്തിലാണ്. അതിപ്പോ അങ്ങോട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മിണ്ടാതെ ഒക്കെ ആയിട്ട് നിക്കണേണല്ല. എന്നാലും പിന്നെ അത് വേണ്ട. കഴിക്കൂല. അവരിപ്പോ അങ്ങനെയാണല്ലോ നിക്കണത്. ഗെയിമിന് അത് തന്നെ നിക്കണതാണ്. പിന്നെ എല്ലാവരും ഇഷ്ടമാണ്, മിക്ക ആൾക്കാരെയും അതിൻ്റെ അകത്ത്.
ഈ പ്രാവശ്യം എനിക്ക് തോന്നണ പുറത്ത് പോണത് മറ്റേ ജിൻഡോ ഇല്ലേ, ജിൻഡോ നല്ല ഇതാണ്. പക്ഷെ ആളിച്ചിരി അങ്ങോട്ട് ഭയങ്കര എന്താ പറയാ, ഒരു ജാടേ. പക്ഷെ ജിൻഡോ പോട്ടെ, ഇഷ്ടമില്ല ജിൻഡോനെ. ആ, ജിൻഡോ പുറത്ത് പോകണം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ്? നല്ലതാണ്. ഇപ്പൊ ഇത്തിരി ബെറ്ററായി വരുന്നുണ്ട് ഒരു വിധം. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എപ്പോഴും അടി ഉള്ള പോലെ തോന്നാറുണ്ടോ? ഇപ്പൊ അടിയുണ്ട്, എന്നാലും അത്ര ഇപ്പൊ ഇല്ല. നേരത്തെ അങ്ങനെയല്ല, ഭയങ്കര ഇതാ കാരാശിയിലായിരുന്നു. ആരാ പുറത്തു പോവാ പ്രാവശ്യം? പുറത്തു പോണെന്ന് പറഞ്ഞിട്ട് 1-2 പേരുണ്ട് അതിന്മേല്. ചേച്ചിക്ക് പിന്നെ ഒരു കാമുകനെയും പോലെ അവരെങ്ങനെയുണ്ട്? ജാസ്മിൻ അവരിത്തിരി ഓവറാണെന്ന് തോന്നണ്. ആണല്ലേ? ആ ഒരു ഇന്നലെയൊക്കെ ഭയങ്കര ഒരു ഓവർ സീനാണ് കണ്ടത്. അവര് എപ്പോഴും ഈ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ? അതിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇപ്പൊ ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും അത്രയൊക്കെ കാണിക്കണ്ട. ഇത് ജനങ്ങൾ കണ്ടിരിക്കണെന്നുള്ള ഒരു ധാരണ വേണം അവർക്ക്. മനസ്സിലായ? ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ. അപ്പൊ അതിന്റെ ഒരു ഇതിൽ കൂടി അവർ നീങ്ങണം. എത്ര പ്രേമമാണെങ്കിലോ സ്നേഹമാണെങ്കിലൊക്കെ അതൊക്കെ നമുക്കൊരു ഇതുണ്ട്, പരിധിയുണ്ട്. അതിനപ്പുറം ആകരുത്. ഇപ്പൊ അവന്റെ സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും അവൻ ലവ് ആണെന്നൊക്കെ പറയണുണ്ടല്ലോ. അവളപ്പൊ അത് പിന്മാറണ പോലെയൊക്കെ പറയണുണ്ട്. ഇനി ലാസ്റ്റ് കല്യാണം കഴിക്കുവോ? അതൊന്നും അറിയാൻ പാടില്ല. ഇങ്ങനെ ഇന്നത്തെ തലമുറയില്ലേ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റണില്ല. അത് അപ്പൊ എന്തായാലും അവര് ചെയ്യണത് മോശമാണ്. അത് ചെയ്യണ മോശമാണെന്നുള്ളതാണ് പറഞ്ഞത്. ജനങ്ങൾ കണ്ടിരിക്കണല്ലേ, ഇവർക്ക് പുറത്തിനി ഇറങ്ങി നടക്കേണ്ടതല്ലേ. മനസ്സിലായ? അപ്പൊ അതൊക്കെ അതൊരു പരിധി വിട്ട് പാടില്ല. അത് ബിഗ് ബോസ് ഇന്നും കാണലുണ്ട്. ഓക്കെ, ആരാ ഇഷ്ടം? അതിലെനിക്ക് അർജുൻ എന്താ ഇഷ്ടമാവാൻ കാരണം? അവൻ നല്ല പ്ലെയർ ആയതുകൊണ്ട് ആണ്. അർജുനും ശ്രീതും തമ്മിൽ ഇഷ്ടത്തിലാന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് ഇൻസ്റ്റയിലൊക്കെ കുറെ വീഡിയോസ് വരും, പിന്നെ മിക്കപ്പോഴും അവരുടെ ആ ഒരു ഇതൊക്കെ അങ്ങനെയാണ്. അർജുൻ ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആണോ? പിന്നെ ജാസ്മിനും ഗബ്രി എങ്ങനെയുണ്ട്? അവരെ കുഴപ്പമില്ല. ഇപ്രാവശ്യം ആരാ പുറത്തു പോവാ? ജാസ്മിൻ പോണോന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അൻസിബ പോകുന്നാണ് തോന്നുന്നത്. ആണോ? അൻസിബ പോകുന്നാണ്. എപ്പോഴും അവിടെ അടിയാന്ന് തോന്നിയിട്ടുണ്ടോ? ജാസ്മിയുടെ ഇത് വളരെ മോശമായിരുന്നു. ഇപ്പൊ പെണ്ണിന് സുഖമില്ലാണ്ടായി കഴിഞ്ഞപ്പോ ആ ബഹളം തന്നെ ഒന്ന് കുറഞ്ഞു കിട്ടി. എല്ലാവർക്കും ആശ്വാസം ആയിക്കാണെന്ന് തോന്നുന്നു. എന്തിനാ ഇങ്ങനെ വെറുതെ ബഹളം വെക്കേണ്ട കാര്യമില്ലല്ലേ, ആവശ്യമില്ലാണ്ട് അല്ലേ? ഒരു കുടുംബം പോലെ കഴിയണവരല്ലേ. അതെ. അപ്പൊ ആ ഒരു ബഹളം കാരണം എല്ലാവരുടെയും മനസ്സ് സമാധാനം നഷ്ടപ്പെടുകയല്ലേ ഉള്ളു. അതെ, ആ ഒരു മനോപ്രയാസം ഉണ്ടായിരുന്നു. ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഇഷ്ടത്തിലാന്ന് തോന്നുന്നു. അത് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പൊ ശരിക്കും നമുക്കത് ഉണ്ടെന്നും ഇല്ലെന്നും പറയാനുള്ള കഴിവില്ല. കാരണം അതിലൊന്നും എനിക്ക് തോന്നിക്കുന്നില്ല. ജിൻഡോനെ ഇഷ്ടമാണോ? ജിൻഡോനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചില നേരത്തെ പെരുമാറ്റം ഒത്തിരി മോശം. ആരിപ്രാവശ്യം ഔട്ടാവാ? ആരെന്ന് ഇപ്പൊ ശരിക്കും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ സീസണോ ഇപ്പോഴത്തെ സീസണാ കുറച്ചുകൂടി നല്ലത്? ഏതാ? എനിക്ക് മുന്നേ നടന്നിട്ടുള്ള സീസണുകളാണ് നല്ലത്. ഇപ്പോഴത്തെ അത്രക്ക് പറയാൻ പറ്റില്ല. ജിൻഡോനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ജാസ്മിൻ മഴക്കാളിയാൻ, പിന്നെ ഗബ്രി, ഇവർ രണ്ടുപേരും ഇത്രയും കാലം ഈ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇത്ര ഉഴപ്പായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവർ ആണ് ഇത് ഉഴപ്പാക്കണം. അപ്പം അത്രേ ഉള്ളൂ എനിക്ക്. പിന്നെ മുടിയൻ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ജാസ്മിനും ഗബ്രി. അവര് എന്താണ് അവരുടെ കളിയാണ്, പക്ഷെ അതിൽ എന്തൊരു അങ്ങനെയുള്ള ഒരു കളിയാണ് അവർ കളിക്കണം. ജാസ്മിനും പോകണം, മറ്റേ അവരാരെങ്കിലും ഒരാളെ പുറത്തു വിടണം, എന്നാലേ ഇത് ക്ലിയർ ആവുള്ളൂ. ബിഗ് ബോസ് കാണാറുണ്ടോ? ആരെ ഇഷ്ടം കൂടുതൽ? ഋഷിനെ ഇഷ്ടം. ആണ്. ഋഷി നന്നായി ഗെയിം കളിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ ജാസ്മിനും ഗബ്രിയും ഇഷ്ടമല്ല. അതെന്താ? അത് എന്താ പറയാ, ഓവറാണ് രണ്ടുപേരും. ആണ്. അവർ ഈ ആഴ്ച പുറത്തു പോവോ? പോവില്ല. ആരാ പുറത്തു പോവാ ഈ ആഴ്ച? മിക്കവാറും അൻസിബ ആയിരിക്കും. അൻസിബ ഗെയിം കളിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത്ര അങ്ങോട്ട് പോരാ, ആക്റ്റീവ് അല്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? എന്നും കാണുമോ? എന്നും കാണാം. ആരും ഇഷ്ടമില്ലാത്ത ബിഗ് ബോസില്? ജാസ്മിനെ ഗബ്രീന്. അതെന്താ ഇഷ്ടമില്ലാത്ത? അവര് ഇഷ്ടമല്ല എനിക്ക്, ഒരു ഓവർ
ഓവറാണ്. എന്തോ ഓവറാന്ന് പറയാൻ കാരണം? അത് ഭയങ്കര ഇതാണ്. ആണ്. ഇഷ്ടമല്ല അവരെ. അവര് പുറത്തു പോകണമെന്ന് ആഗ്രഹം ഉണ്ടോ? ചെറുതായിട്ട്. ചെറുതായിട്ട്. പിന്നെ ഇഷ്ടമുള്ളത് ആരെയാ? അർജുന. അതെന്താ? അത് ഭയങ്കര നന്നായിട്ട് കളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇഷ്ടമാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ആരെയും ഇഷ്ടം കൂടുതൽ? കൂടുതൽ ഋഷി. ഋഷിനെ. എന്താ ഋഷിനെ ഇഷ്ടം? കളിക്കാറുണ്ട്. ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ ആരും ഇഷ്ടമില്ലാത്ത? ജാസ്മിനും ഗബ്രി. എന്താ? ഒരു ഓവറാണ് കുറച്ച്. ആണ്. അതെന്താ ഓവറാവാൻ പറയണ? ഈ കയ്യിലൊക്കെ എപ്പോഴും ഉമ്മ കെട്ടിപ്പിടിക്കണ. അതൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അവര് പുറത്തു പോവോ? ഇല്ല. അതെന്താ? അവർക്ക് നോമിനേഷനിൽ വന്നിട്ടില്ല. ഇപ്രാവശ്യം നോമിനേഷനിൽ ഉണ്ട് അവര്? ഇല്ല, പോവില്ല. പോവില്ല. ആരെ പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ? അൻസിബ. അൻസിബ പോവും. പിന്നെ ജിൻഡോനെ കുറിച്ച് എന്താ അഭിപ്രായം? കുഴപ്പമില്ല. സിബിനും പൂജയും പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. അതെന്താ? കാരണം അവര് നല്ല ഇതായിട്ടുണ്ടായിരുന്നു.